നമസ്കാരം. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഒരു നീണ്ട കാലചക്രത്തിൽ കൂടിയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നമ്മുടെ സൂര്യൻ എങ്ങനെ രൂപപ്പെട്ടു? ഈ സൗരയൂഥം എങ്ങനെ ഉണ്ടായി? ജീവൻ തുടിക്കുന്ന നമ്മുടെ ഈ ഭൂമി എങ്ങനെയാണ് ജനിച്ചു വീണത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്കൊരുമിച്ച് ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കാം. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ക്ഷീരപഥം മിൽക്കി വേ ഗാലക്സി എന്ന ഗാലക്സിയിൽ തണുത്തുറഞ്ഞ വാതകങ്ങളുടെയും പ്രധാനമായും ഹൈഡ്രജൻ, ഹീലിയം പൊടിപടലങ്ങളുടെയും ഒരു കൂറ്റൻ മേഘപടലമുണ്ടായിരുന്നു. ഈ ഡിസ്കിന്റെ മധ്യഭാഗത്ത് ഏറ്റവും കൂടുതൽ മാസ് കേന്ദ്രീകരിക്കപ്പെട്ടു. അവിടെ സമ്മർദ്ദം കൂടുകയും താപനില അതിവേഗം ഉയരുകയും ചെയ്തു. താപനില ഏകദേശം 15 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിലെത്തിയപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയം ആറ്റങ്ങളാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയ ആരംഭിച്ചു. അങ്ങനെ പ്രകാശം പുറത്തുവിടുന്ന ഊർജ്ജസ്വലമായ ഒരു നക്ഷത്രം പിറവിയെടുത്തു, നമ്മുടെ സൂര്യൻ. ഈ പ്രക്രിയക്ക് ഏകദേശം 1,00,000 വർഷമെടുത്തു എന്നാണ് കണക്കാക്കുന്നത്. സൂര്യൻ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഡിസ്കിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വാതകങ്ങളും പൊടിപടലങ്ങളും സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നു. ഈ കണികകൾ പരസ്പരം കൂട്ടിമുട്ടി ഒട്ടിപ്പിടിച്ച് പതിയെ വലുപ്പം കൂടി തുടങ്ങി. ചെറിയ പാറക്കഷ്ണങ്ങൾ വലിയ കല്ലുകളായി, കല്ലുകൾ കൂടിച്ചേർന്ന് വലിയ പാറകളായി. അങ്ങനെ അവയുടെ ഗുരുത്വാകർഷണ ശക്തി വർദ്ധിച്ചു. ഈ പ്രക്രിയയെ അക്രേഷൻ എന്ന് പറയുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ ചെറിയ വസ്തുക്കൾ ചേർന്ന് വലിയ ഗ്രഹരൂപികളായി മാറി. സൂര്യനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഭാരം കൂടിയ ലോഹങ്ങളും പാറകളും അടിഞ്ഞുകൂടി. സൂര്യനിൽ നിന്ന് ദൂരെയുള്ള ഭാഗങ്ങളിൽ മഞ്ഞും വാതകങ്ങളും കൂടുതൽ തങ്ങിനിന്നു. അങ്ങനെ സൂര്യനോട് അടുത്തുള്ള ഭാഗങ്ങളിൽ പാറകളാൽ നിർമ്മിതമായ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ ആന്തരിക ഗ്രഹങ്ങൾ രൂപപ്പെട്ടു. ദൂരെയുള്ള ഭാഗങ്ങളിൽ ഭീമാകാരങ്ങളായ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ വാതക ഭീമന്മാർ രൂപമെടുത്തു. നമ്മുടെ ഭൂമിയുടെ ജനനം. സൗരയൂഥം രൂപപ്പെടുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ഭൂമി ഒരു ഉരുകിയ തീഗോളം പോലെയായിരുന്നു. നിരന്തരമായ ഉൽക്കാവർഷവും മീറ്ററൈറ്റ് ബോംബാർഡ്മെന്റ് ഉള്ളിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ വിഘടനവും ഭൂമിയുടെ ഉപരിതലത്തെ അതീവ ചൂടാക്കി. ഈ സമയത്ത് ഭൂമിക്ക് വ്യക്തമായ അന്തരീക്ഷമുണ്ടായിരുന്നില്ല. പതിയെ കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലം തണുത്ത് കട്ടിയാകാൻ തുടങ്ങി. പക്ഷേ ഭൂമിക്കകത്ത് ഇപ്പോഴും ദ്രാവകാവസ്ഥയിലുള്ള പാറകളും ലോഹങ്ങളും തിളച്ചുമറിയുകയായിരുന്നു. ഈ ഘട്ടത്തിൽ അനേകം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് വാതകങ്ങളും നീരാവിയും പുറത്തുവിട്ടു. ഈ നീരാവിയാണ് പിന്നീട് അന്തരീക്ഷത്തിൽ മേഘങ്ങളായി മാറിയത്. പിന്നീട് വർഷങ്ങളോളം നീണ്ടുനിന്ന കനത്ത മഴ പെയ്തു. ഈ മഴയാണ് ഭൂമിയിലെ ആദ്യത്തെ സമുദ്രങ്ങൾക്ക് രൂപം നൽകിയത്. ഭൂമിയുടെ ഉപരിതലം തണുക്കുകയും ജലം രൂപപ്പെടുകയും ചെയ്തതോടെ ജീവന്റെ സാധ്യതകൾ തെളിഞ്ഞു തുടങ്ങി. ഇങ്ങനെയാണ് ഏകദേശം 4.54 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ നീലഗ്രഹം ഭൂമി അതിന്റെ പ്രാഥമിക രൂപത്തിൽ നിലവിൽ വന്നത്. പിന്നീടാണ് ജീവൻ ഇവിടെ ഉത്ഭവിക്കുകയും പരിണമിക്കുകയും ചെയ്തത്. സൂര്യന്റെ ഉത്ഭവം മുതൽ ഭൂമിയുടെ രൂപീകരണം വരെയുള്ള ഈ യാത്ര പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെയും അതിന്റെ കൃത്യമായ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഈ പ്രാപഞ്ചിക നൃത്തത്തിന്റെ ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഭൂമിയുടെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.